സമകാലിക സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മളൊരു പ്രോ പലസ്തീൻ ആക്ടിവിസ്റ്റ് ആയിരിക്കുക എന്നാൽ അതിനർത്ഥം നമ്മളുടെ രാഷ്ട്രീയ നിലപാട് നമ്മൾ പ്രകടമാക്കുക എന്നത് മാത്രമല്ല, അത് മനുഷ്യാവകാശത്തിന്റെ അനിവാര്യമായ ഒരു പ്രതിബദ്ധത കൂടിയാണ്. സാമൂഹിക ജീവിതത്തിലെ അനീതികൾക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും സ്വന്തം തൂലികയിലൂടെ, അക്ഷരങ്ങളിലൂടെ അവയെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനായ പി.കെ. പാറക്കടവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ അഹമ്മദാണ് നമ്മളുടെ കൂടെ ഉള്ളത്. സാർ, സ്വാഗതം. നമുക്ക് ഇത്തിരി നേരം സംസാരിക്കാം അല്ലേ? ഓക്കെ, ഞാൻ ആദ്യമായി തന്നെ ചോദിക്കുന്നത്, കൽബുർഗിയും ഗൗരി ലങ്കേഷും അടക്കമുള്ള എഴുത്തുകാർ അതിനിഷ്ഠൂരമായിട്ട് വധിക്കപ്പെട്ട സമയത്ത് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും മൗനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ അംഗത്വം രാജിവെക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്, ഒരു എഴുത്തുകാരനാണ് അങ്ങ്. പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ താങ്കളുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ കുറിച്ചും സമര ജീവിതത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങ് ഫറൂഖ് കോളേജിലാണല്ലോ പഠിച്ചത് അല്ലെ? അപ്പൊ ആ സമയത്ത് പലസ്തീൻ അനുകൂല സമരങ്ങളെ കുറിച്ചൊന്നും സാറിന് ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റും? നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് 70കളിലാണ് ഞാൻ ഫറൂഖ് കോളേജില് പ്രീ ഡിഗ്രി മുതൽ ഒരു 5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴന്നും ഫലസ്തീൻ പ്രശ്നമുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ലൈല ഖാലിദ് വിമാനം തട്ടിക്കൊണ്ടുപോയ ഒരവസരത്തിൽ, ഇന്ന് ഭീകരപ്രവർത്തനം എന്ന് പറയാം, അത് അന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കുറേ വിദ്യാർത്ഥികൾ ഫലസ്തീൻ അനുകൂലമായി ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട്. പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ ഈ ക്യാമ്പസിലൂടെ നടന്ന്, ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു ഫലസ്തീൻ അനുകൂല പ്രകടനമായിരിക്കും അന്ന് രാത്രി ഈ പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ ഫറൂഖ് കോളേജിലെ കോമ്പൗണ്ടിൽ നടന്നിട്ടുണ്ടാവുക. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഫലസ്തീൻ അനുകൂല ഈ പ്രകടനങ്ങളൊക്കെ സാർവത്രികമാകുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലൊക്കെ. അതിനു മുമ്പ് തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, അക്കാലത്ത് തന്നെ അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. റിച്ചാർഡ് നിക്സനൊക്കെയാണ് അവിടെ മുർദാബാദ് അമേരിക്കൻ ഇവരൊക്കെ വിളിച്ചുകൊണ്ട്, പിന്നെ അന്നും അമേരിക്കൻ സപ്പോർട്ട് ഇവർക്കുണ്ടായിരുന്നു, പിന്നെ ഒരു പ്രകടനം നടത്തിയ ഒരു ഓർമ്മയുണ്ട്. പിൽക്കാലത്ത് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫലസ്തീനെ ഈ പ്രമേയമായൊരു നോവൽ എഴുതുന്നത്. ഒരുപക്ഷെ അതിന്റെ ബീജം ഇവിടെ നിന്നായിരിക്കണം ഈ ഒരു പ്രവർത്തനം ഇന്ന് വലിയ അത്ഭുതത്തോടെ ഓർക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയത് ക്യാമ്പസിൽ നിന്നാണ് എന്നുള്ളത്. അതുപോലെ രണ്ടാമത്, അന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവോ ഈ പ്രകടനത്തിലൊക്കെ പങ്കെടുക്കാൻ? ഒരു ഹോസ്റ്റലിലെ ഏറെക്കുറെ ഞങ്ങളുടെ ഒരു ഗ്യാങ് ഇപ്പോഴും ടി.എ. മുഹമ്മദ്, വയനാട്ടിലുള്ള ഒരു അബ്ദുൽ ഖാദർ, മോഹഞ്ചേരി, അങ്ങനെ കുറെ ഒരു പേരോ ഒരു ഓർമ്മയുണ്ട്. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലേബിളായിരുന്നില്ല, ഒരു ചെറിയ ഒരു മുന്നേറ്റമായിട്ട് അന്ന് നടത്തിയതായിരുന്നു. അന്ന് തന്നെ എനിക്ക് തോന്നുന്ന, ഇന്ന് അഭിമാനം തോന്നുന്നുണ്ട്, ഒരു കാതലായ ഒരു പ്രശ്നം തന്നെ എടുത്തിട്ടാണ് അന്ന് രംഗത്തിറങ്ങിയത് എന്നുള്ളത്. അതുപോലെ ഷിരിജാസ് രണ്ടാമത് പറഞ്ഞത് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗത്വം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട്, അത് ഞാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്ന അക്കാലത്ത് കൽബുർഗി മുതൽ എഴുത്തുകാർ കൊല്ലപ്പെട്ടപ്പോഴ് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി ക്രൂരമായൊരു മൗനം തന്നെയായിരുന്നു പാലിച്ചത്. ഭരണാധികാരികളും കേന്ദ്ര ഭരണാധികാരികളും അങ്ങനെ അതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ഞാൻ രാജിച്ചു. ഞാൻ മാത്രമല്ല, അന്ന് സാറാ ജോസഫിനെ പോലുള്ളവര് ഈ പുരസ്കാരം തിരിച്ചു കൊടുത്തു. അതുപോലെ സച്ചിദാനന്ദൻ അന്ന് ഇംഗ്ലീഷിന്റെ പ്രതിനിധിയായിട്ടൊക്കെ രാജിവെച്ചു. അങ്ങനെ ഒരു വലിയ മുന്നേറ്റമായിട്ട് പിന്നീട് അത് പടർന്ന് പല ഇടങ്ങളിലും, പഞ്ചാബിലും മറ്റ് ഇടങ്ങളിലൊക്കെയുള്ള എഴുത്തുകാരും ആക്ടിവിസ്റ്റുകൾ, ചരിത്രകാരന്മാരൊക്കെ വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രതികരണം പോലും വരുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന്. ഞാൻ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് നിലവിലുള്ള ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായ ഒരു രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമുക്കുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഉദാഹരണമായിട്ട്, ഇരയും വേട്ടക്കാരനും ഉണ്ടാകുമ്പോൾ ഇരയോടൊത്ത് നിൽക്കുന്ന രാഷ്ട്രീയം, മർദ്ദകനും ഉണ്ടാവുമ്പോൾ മർദ്ദിതനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം, അത് നിർബന്ധമായും ഒരു എഴുത്തുകാരന് വേണ്ടതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഐ ആം എ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന്. സാഹിത്യകാരൻ ആക്ടിവിസ്റ്റ് കൂടെ ആയി മാറുന്ന ഒരു, അതെ, തീർച്ചയായും.
PK പാറക്കടവ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ മലയാളികൾക്ക് ഏറെ സുപരിചിതമാവുക അദ്ദേഹത്തിന്റെ കുറും കഥകളാണ്. അതുപോലെ തന്നെ ഒരുപാട് കുറും കവിതകളും PK പാറക്കടവ് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കാലം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് PK പാറക്കടവ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പലസ്തീൻ കവിതകൾ PK പാറക്കടവ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാം. അത് ഞാൻ ഈ 10 വർഷക്കാലം ഞാൻ UAE, ബഹ്റൈൻ, ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ ഖത്തറിലുള്ള കാലത്ത് ഞാൻ അവിടെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ മെമ്പറായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫലസ്തീൻ പുസ്തകങ്ങൾ, കവിതകൾ എടുത്ത് വായിക്കുന്നത്. ഇംഗ്ലീഷിലാണ്, അറബിയിലല്ല. പിന്നെ അറബി അറിയില്ല. ഇംഗ്ലീഷിലുള്ള കവിതകൾ, മുഹമ്മദ് ദർവേഷിന്റെ അടക്കമുള്ള ഒരുപാട് ഫലസ്തീൻ കവിതകൾ, ഫലസ്തീൻ രചനകൾ എടുത്ത് വായിച്ചു. എനിക്ക് എന്തുകൊണ്ടും അതിനോട് പ്രതിപത്തി കൂടുതലായിരുന്നു. അന്ന് മുതലാണ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും തുടങ്ങുന്നത്. ഒരുപാട് കവിതകൾ ഞാൻ അടുത്ത കാലത്ത് വരെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും മാധ്യമ ആഴ്ചപ്പതിപ്പിലും അടക്കം ഒരുപാട് ഫലസ്തീൻ കവിതകൾ ഞാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ കവിതകൾ പോലും പിന്നെ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അന്ന് എഴുതിയ മുതൽ ഇന്ന് എഴുതുന്ന കവിതകൾ വരെ മറ്റ് ലോക കവിതകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിശക്തമായ കവിതകളാണ്. ഈ ഹൈലി പൊളിറ്റിക്കലാണ്. അവർക്ക് അങ്ങനെ എഴുതാൻ പറ്റൂ. കാരണം അനുഭവങ്ങൾ. അതെ. പിന്നെ ഒരു കവിതയിൽ നിന്ന്, ഫലസ്തീൻ കവിതയിൽ നിന്നാണ് ഞാൻ മഴയുടെ ചാട്ടവാറടി എന്നുള്ള ഒരു വാക്ക് കേൾക്കുന്നത്. മഴ നമ്മൾ ഭയങ്കര ശാന്തമായി, ഭയങ്കര നൊസ്റ്റാൾജിക്കായി അനുഭവിക്കുന്ന ഒരു മലയാളിക്ക് മഴ പോലും ഒരു ചാട്ടവാറടിയായി നമ്മൾ ഇത് ചെയ്യുന്നത്. ആ അർത്ഥത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ കവിതകൾ. ഞാൻ മാത്രമല്ല, ഞാൻ സച്ചിദാനന്ദൻ ഒരുപാട് കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് എനിക്ക് ഒരു നജ്വാൻ ദർവേഷ് എന്ന് പറഞ്ഞൊരു കവിയുമായി നല്ലൊരു ബന്ധമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ലിറ്ററേച്ചർ ഫെസ്റ്റിന് വന്നപ്പോൾ ഞാൻ ഇടിമിന്നലുടെ പ്രണയം എന്ന നോവലിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ പോയതായിരുന്നു. പക്ഷെ അത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ഫലസ്തീനെ കുറിച്ച് നീ എങ്ങനെ ഇത്രയധികം പിന്നെ പറയുന്നു, നീ എങ്ങനെ എഴുതി, അവിടെ ഒരിക്കൽ പോലും വരാതെ കവികളെ കുറിച്ച് പറയുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അയാളുടെ കവിതകളടക്കം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് നേരെ തിരിച്ചിട്ട് അയാൾ എന്നെ കുറെ ഇത് ചെയ്തിട്ട് പിന്നെ ഈ പുസ്തകത്തെ കുറിച്ചിട്ട് അയാൾ ലണ്ടനിൽ നിന്നിറങ്ങുന്ന അൽ അറബി അൽ ജദീദ് എന്ന് പറയുന്ന ഒരു മാഗസിന്റെ കൾച്ചറൽ എഡിറ്റർ കൂടിയായിരുന്നു. അതിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വലിയ റൈറ്റപ്പ് ഒക്കെ കൊടുത്തു. അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ നേരെ തിരിച്ചിട്ടായി. പിന്നീട് മാത്രമല്ല, എന്റെ ഒരുപാട് ചെറിയ കഥകള്, ഈ കുറുങ്കഥകള്, ഈ ദർവേഷ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അൽ അറബ് അൽ ജദീദ് എന്ന് പറയുന്ന മാസികയിൽ ഈ ഒരുപാട് പേര് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കവിതകളെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലൊരു കവിത നമുക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരാൻ പറ്റും? വളരെ പ്രസക്തമായിട്ടുള്ള, കഥയും കവിതക്കും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ഇത് യഥാർത്ഥത്തിൽ. കവിതയെന്നോ കഥയെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതാണ്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നോവൽ ഈ ഒരു ഇതിവൃത്തത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു നോവൽ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. കാരണം ഫലസ്തീന്റെ ഒരു ബേസിൽ എഴുതിയിരിക്കുന്ന ഇടിമിന്നലുകളുടെ പ്രണയം എന്ന് പറയുന്ന നോവലാണ്. അതെ, അതിലേക്ക് നമുക്ക് വരാം. നമുക്കൊരു കവിത കേൾക്കാം. പിന്നെ 2 വർഷങ്ങളുടെ നിരന്തരമായ യുദ്ധങ്ങൾക്കൊക്കെ ശേഷം സമാധാനം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ഉടമ്പടിയിലെത്തി അമേരിക്കയുടെ ഒക്കെ. പിന്നെ അതിന് ഞാൻ ഇപ്പോഴും അതിന് യഥാർത്ഥത്തിൽ സമാധാനം അവിടെ കൈവരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട ആ സമയത്ത് എഴുതിയ ഒരു കവിത ഒരു ആനുകാര്യത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. ആ കുഴിമാടങ്ങളിൽ ചവിട്ടരുത്, സൂക്ഷിക്കുക. നിങ്ങൾ പിന്മടങ്ങുമ്പോൾ പോലും പ്രപിതാമഹന്മാരുടെ ജന്മഭൂമി കിനാവ് കാണുന്ന കുഞ്ഞുങ്ങളുടെ കുഴിമാടങ്ങളിൽ ചവിട്ടിപ്പോകരുത്. കുഞ്ഞുങ്ങളുടെ കബറിടങ്ങളിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ ചുടുകാറ്റ് നിങ്ങളെ പൊള്ളിച്ചേക്കും. വിശന്നു മരിച്ച കുഞ്ഞുങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഭാണ്ഡങ്ങളിൽ സൂക്ഷിച്ച തീറ്റ സാധനങ്ങളിലേക്ക് നീണ്ടുവരില്ല. പക്ഷേ ലോകമാനമുള്ള കുഞ്ഞുങ്ങളുടെ ശാപം വലിയ മറാപ്പായി നിങ്ങളോടൊപ്പമുണ്ട്. ഷർമൽ ഷെയ്ഖിന്റെ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും നിങ്ങളുടെ കോർത്ത കോമ്പല്ലുകളിൽ നിന്ന് ഉറ്റുവീഴുന്ന ചോര മരിച്ചുപോയ കുഞ്ഞുങ്ങൾ അത്രയും കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കുഴിമാടങ്ങളിൽ ചവിട്ടരുത്. ഈ വരികള് അതിതീക്ഷ്ണമായി നമ്മളെ പൊള്ളിക്കുന്നതാണ്. ഇത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഈ വരികള്. PK പാറക്കടവിന്റെ ഈ ഒരു കവിത.
പാറക്കടവ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു നോവൽ എഴുതുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പലസ്തീന്റെ ഇതിവൃത്തമാക്കിയിട്ടുള്ള ഒരു നോവല് പാറക്കടവ് എഴുതിയിട്ടുണ്ട്, ഇടിമിന്നലുകളുടെ പ്രണയം. ഈ ഒരു നോവൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു പാറക്കടവ്? ഈ ഫലസ്തീൻ പ്രശ്നം എന്നും ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഞങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രകടനം നടത്തി അന്ന് പോലും ഇത് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് 2023 ഈ ഹമാസ് അവിടെ കയറി ആക്രമണം നടത്തിയതിന് ശേഷം ഉണ്ടായ ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ ചാനലുകളും പത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട്, എത്രയെത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള, അതിന് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു വർഗത്തെ, ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന അതോടുകൂടിയ അങ്ങനെ ഒരു നിശ്ചയത്തോടു കൂടിയാണ് അമേരിക്കൻ സഹായത്തോടുകൂടി ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൾഫിലുള്ളപ്പോഴും ഒരുപാട് ഫലസ്തീനി സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഫലസ്തീനി സാഹിത്യവും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി എന്തുകൊണ്ട് പശ്ചാത്തലമായ ഒരു മലയാള നോവൽ എഴുതിക്കൂടെ. വളരെ ചെറിയ ചെറിയ കഥകൾ പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ചെറിയ ചെറിയ അധ്യായങ്ങളുള്ള ഒരു നോവലാണ്, ചെറിയ നോവലാണ്. 2016 ഞാനിത് എഴുതിയത്. ഒരു പക്ഷേ അതും കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഫലസ്തീൻ പശ്ചാത്തലമായി വരുന്ന ഒരു നോവലാണ്. അതിനുശേഷം 2-3 നോവലുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 2016 അതിൽ ആ നോവലിനെ കുറിച്ച് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, കവിതയും സ്നേഹവും ഫലസ്തീനിയൻ പോരാളികളോടുള്ള ഐക്യദാർഢ്യവും അസ്വസ്ഥ പ്രദേശങ്ങളിലെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും വിസ്മയകരമായ കയ്യൊതുക്കവും കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഈ ലഘുനോവൽ രാഷ്ട്രീയ വിഷയങ്ങൾ എങ്ങനെ കലാപരമായി കൈകാര്യം ചെയ്യാമെന്നതിന് ഒരു മികച്ച ഉദാഹരണമാണ്. അന്ന് തന്നെ ഇതിന്റെ ഒരു അധ്യായത്തിന്റെ പേര് ഗസ ഒരിക്കലും മരിക്കുകയില്ല എന്നായിരുന്നു ഒരു അധ്യായത്തിനുള്ള അന്നും അവിടെ ഇത് എഴുതുന്ന കാലത്തും അവിടെ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഗസ, അതെ, ആശുപത്രികളുടെ അവര് പിന്നെ തകർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്, അങ്ങനെ നിരപരാധികളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രൂരമായ കൃത്യങ്ങൾ അന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു ചെറിയ നോവലാണിത്. ഈ നോവല് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയ ചില വരികൾ ഞാൻ വായിക്കാം. ഇത് ഞാൻ യഥാർത്ഥത്തിൽ എഴുതുന്ന 2016 എഴുതുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ വായനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു കൃതി കൂടിയാണിത്. കാരണം 5 എഡിഷൻ വന്നു. അത് കൂടാതെ എന്റെ വേറൊരു നോവലും കൂടി DC ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്, ഇടിമിന്നലുകളുടെ പ്രണയവും മീസാൻ കെട്ടുകളുടെ കാവലും. ഇത് രണ്ടും കൂടിയിട്ട് വേറെയും DC ഒന്നായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇതിപ്പോ ധാരാളമായി പോകുന്നുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടാക്കി തന്നതും ഈ ഒരു നോവലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം ഇപ്പോഴും വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും. പിന്നെ ഇതില് വളരെ പ്രത്യേകതയുള്ള ഒന്ന്, ഗാന്ധിജി ഇതില് കഥാപാത്രമായി വരുന്നുണ്ട്. ഗാന്ധിജി ഇതിൽ കഥാപാത്രമായി വരുന്നുണ്ട്. സ്വർഗത്തിൽ ഇത് മരിച്ചതിന് ശേഷവും ഇപ്പൊ ഇതിൽ ഒരു പ്രണയകഥ കൂടിയാണ് ഇത്. അതേസമയം തന്നെ രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോൾ തന്നെ ഈ രണ്ട് ഫലസ്തീനികളുടെ തീക്ഷണമായ പ്രണയവും, അതിൽ ഒരാൾ മരിക്കുന്നു, മരിച്ച അയാളുടെ അടുത്തെത്താൻ വേണ്ടി ഈ അലാമിയ എന്ന് പറയുന്ന പിന്നെ ഈ പെൺകുട്ടി രക്തസാക്ഷിയാവുന്നു. അവര് ഭൂമുഖത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, പരലോകത്ത് വെച്ച് അങ്ങനെയൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. അവിടെ സ്വർഗത്തിൽ വെച്ച് ഗാന്ധിജിയെയും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ നോവലിലുണ്ട്. അതിന്റെ അവസാനത്തെ അധ്യായത്തിലെ അവസാന ഒരു ഭാഗം ഞാൻ വായിക്കാം. ശീതളഛായയിൽ ഒരു കഥാസായാഹ്നം എന്നാണ് അതിന്റെ അവസാന അധ്യായം. അവസാനം രക്തസാക്ഷിയായിട്ട് ഈ ഫർണാസിന്റെ അടുത്ത് അലാമിയ എത്തുകയാണ്. ആറുകൾ ഒഴുകും ആരാമത്തിൽ അവർ ഇരിക്കുന്നു. ഫർണാസ് തന്റെ കാതുകൾ അലാമിയക്ക് നൽകി. അലാമിയ നിർത്താതെ ഭൂമിയിലെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുകയാണ്. പൊടുന്നനവേ അവരുടെ മുന്നിൽ 2 പേർ നടന്നെത്തുന്നു. അവരിൽ ഒരാളെ കണ്ട് അത്ഭുതം വിടരുന്ന കണ്ണുകളോടെ അലാമിയ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. അബു അമ്മാർ. അറഫാത്തിനോടൊപ്പമുള്ള വൃദ്ധൻ തൊണ്ണകാട്ടി ചിരിക്കുന്നു. അതാരാണെന്നറിയാമോ? ഫർണാസ് ചോദിക്കുന്നു. ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ട് എന്ന പോലെ, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എന്നതുപോലെ
ഇന്ത്യക്കാർക്ക് ഇന്ത്യ എന്നതുപോലെ ഫലസ്തീൻകാർക്ക് ഫലസ്തീൻ അവരുടെ ജന്മാവകാശമാണ് എന്ന് പണ്ട് ഭൂമിയിൽ വെച്ച് പറഞ്ഞ പോരാളി. മാർക്സിനെ പോലെ ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് ചിന്തിച്ച ഒരാൾ ഗാന്ധിജി അലാമിയ നടുക്കത്തോടെ ഉച്ചരിച്ചു. പിന്നെ അവരൊന്നായി ആഹ്ലാദത്തിന്റെ നൃത്തച്ചുവടുകൾ ചവിട്ടി. അങ്ങനെ ഭൂമിയിൽ നിന്ന് പോരാട്ടങ്ങളിൽ നിന്ന് അവസാനിച്ച് സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു നോവലാണ് സംഭാഷണം. അവിടെ അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെയുള്ള ഞാനിപ്പോ വിചാരിക്കുന്നത് ഒരു സാഹിത്യകാരൻ എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പദവികളിലും ഒരുപാട് സ്പേസ് ഉള്ള ഒരു എഴുത്തുകാരനാണ് പി കെ പാറക്കടവ്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ തുടക്ക സമയത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു, അതേസമയം തന്നെ കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. അതുപോലെ പറയുന്നുണ്ട് നമ്മുടെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ നിർവാഹക സമിതി അംഗമായിരുന്നു, മാധ്യമം പീരിയോഡിക്കൽസിന്റെ എഡിറ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അധികാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇനി എന്ത് ഇടപെടലാണ് നമുക്ക് ഈ ഒരു കാര്യം? എനിക്കിപ്പോഴും തോന്നുന്നു, ഞാൻ മിക്കവാറും കോളേജുകളിലൊക്കെ പ്രഭാഷണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും കഥാവായനകൾക്കും ഒക്കെ പോകുമ്പോൾ ഞാൻ അവിടെയൊക്കെ നിർബന്ധമായും ഒരു ഫാഷിസ്റ്റ് വിരുദ്ധമായ ഒരു വീക്ഷണം അവതരിപ്പിക്കാറുണ്ട്. കാരണം ഇപ്പോഴേ ഗാന്ധിജിയുടെ അതേ തോക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേ തോക്ക് കൊണ്ടാണ് അന്ന് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ തോക്ക്, ഗാന്ധിയുടേതല്ല, മഹാത്മാഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയുടെ തോക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ തോക്ക് കൊണ്ടാണ് കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ളവരെ വെടിവെച്ചു കൊന്നത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നമ്മൾക്ക് എഴുതുക എന്നതിനോടൊപ്പം തന്നെ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിൽ പങ്കാളിയാവേണ്ടതുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഒരു എഴുത്തുകാരൻ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഇപ്പോ സാർത്രേ ഫ്രാൻസിൽ ഒരു പ്രസിദ്ധീകരണം നിരോധിച്ചപ്പോൾ പാരീസിലെ തെരുവുകളിലൂടെ അത് വിറ്റ് നടന്നിട്ടുണ്ട് പ്രതിഷേധം നിലയിൽ. അയാൾ എഴുത്തുകാരൻ അങ്ങനെ മുഴുവൻ. പിന്നെ അതുപോലെ തന്നെ ഈ നോബൽ പ്രൈസ് കിട്ടിയ പല എഴുത്തുകാരും, വലിയ എഴുത്തുകാർ തന്നെ അവരുടെ ഭരണാധികാരികളെപ്പോലും വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരന്റെ കടമ അതുകൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പോ ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ നോക്കുന്ന സമയത്ത് എഴുതുന്നവന്റെ കയ്യിലെ ആയുധം നിരായുധീകരിക്കപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സംസാരിക്കുന്നവന്റെ നാവറുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പാറക്കടവ് പേടിക്കുന്നില്ലേ ഇത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ? ഞാൻ യഥാർത്ഥത്തിൽ പേടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അവസ്ഥ ഭയം ഒരു വലിയ പുതപ്പായി മൂടിയിരിക്കുകയാണ്. നമ്മളെ ഭയമാണ്. ആ ഭയം കൊണ്ടാണ് എല്ലാ കാലത്തും സ്വേച്ഛാധിപതികളും അതുപോലെ തന്നെ ഫാസിസ്റ്റുകളും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം. അങ്ങനെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നാലും അങ്ങനെ ഒരു ഭയം അക്കാര്യത്തിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിർഭയമായി കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ഫാഷിസ്റ്റ് ചിലർക്ക് എതിർപ്പുണ്ടാവും, വിയോജിപ്പുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഈ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ ഒരു എഴുത്തുകാരൻ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പിന്നെ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും മൗനം ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ ഇന്ത്യയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം തൂലികയെ ഒരു ആയുധമാക്കിയിട്ട് തന്നെ മുന്നേറാനാണ് പാറക്കടവിന്റെ തീരുമാനം, അല്ലെ? മനുഷ്യ പക്ഷങ്ങളുടെയും നീതിയുടെയും അതുപോലെ തന്നെ ധാർമ്മികതയുടെയും മാനവികതയുടെയും പക്ഷം ചേർന്നുകൊണ്ട് ഒരു സ്വന്തം ശബ്ദം ലോകത്തിന്റെ മുൻപിലേക്ക് എത്തിക്കുക ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് പി കെ പാറക്കടവ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. വളരെ നന്ദിയുണ്ട് ഈ ഒരു ഇന്റർവ്യൂ സഹകരിച്ചതിന്.